ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുലിഖിതത്തിൽ വചനം പറയുന്നുണ്ട്. കർത്താവായ ഈശോ സക്കേവൂസിനോട് പറയാണ്, സക്കേവൂസ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് വീട്ടിൽ കയറി വന്നപാടെ ഈശോ സക്കേവൂസിനോട് രക്ഷയെക്കുറിച്ച് പറയുന്നത്? കാരണം സക്കേവൂസ് പാപം ചെയ്ത അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവനൊരു പാപിയായിരുന്നു. അവൻ പാപം ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലായിരുന്നു അവൻ്റെ ജീവിതം. അതുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് പറയുന്നത്. അവൻ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയായിരുന്നു അറിയാമോ? ഒന്ന്, അവൻ സ്വന്തം ജനത്തെ ചൂഷണം ചെയ്ത് ജീവിച്ചു. രണ്ടാമതായിട്ട് ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനീതിപരമായിട്ട് ജീവിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കോഴയും കൈക്കൂലിയൊക്കെ മേടിച്ചിട്ടാണ് അവൻ ജീവിച്ചത്. അങ്ങനെയാണ് അവൻ ഒത്തിരി സമ്പന്നനായത്. മൂന്നാമതായിട്ട് അവൻ പാപികളുമായിട്ട് സഹകരിച്ച് ജീവിച്ചു. അക്കാലത്ത് ഇസ്രായേൽ ജനത്തെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യത്തിന് കൈ കൊടുത്തുകൊണ്ട് കൈ കോർത്ത് അവരുടെ പക്ഷം ചേർന്ന് അവൻ ജീവിച്ചു. അങ്ങനെ സ്വന്തം ജനത്തെ വഞ്ചിച്ചു. പ്രധാനമായിട്ടും ഇത്രയൊക്കെ പാപങ്ങളാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വരികയും ആ ഭവനത്തിൽ വെച്ചിട്ടാണ് ഈശോ സക്കേവൂസിനോട് പറയുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. സക്കേവൂസിനെ കണ്ട മാത്രയിൽ ഈശോ രക്ഷ കൊടുത്തില്ല. ആ റോഡരികിൽ വെച്ചിട്ടോ പൊതുസ്ഥലത്ത് വെച്ചിട്ടോ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ടോ ഒന്നും ഈശോ രക്ഷയെക്കുറിച്ച് പറയുന്നില്ല. സക്കേവൂസിനോട് പറയാണ്, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം. അങ്ങനെ സക്കേവൂസിനെ കൊണ്ട് ഈശോ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന ശേഷമാണ് സക്കേവൂസിനോട് പറയുന്നത്, സക്കേവൂസെ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോ റോഡരികിൽ വെച്ചിട്ടോ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ടോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടോ ഈ രക്ഷയെക്കുറിച്ച് പറയാതിരുന്നത്, ഇല്ല രക്ഷ കൊടുക്കാതിരുന്നത്? വീട്ടിലെത്തിയ ശേഷമാണ് രക്ഷ കൊടുത്തത്. അതിന് കാരണമുണ്ട്. ഈശോയുടെ കണ്ണിൽ സക്കേവൂസ് മാത്രമല്ല പാപം ചെയ്തത്. സക്കേവൂസ് ചെയ്ത പാപത്തിൽ നിന്ന് പങ്കുപറ്റിയ കുടുംബാംഗങ്ങളും പാപികളാണ്. കാര്യം സക്കേവൂസിൻ്റെ അപ്പനോ അമ്മയോ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ പൊതുസ്ഥലത്തിൽ പോയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ചുങ്കം പിരിച്ചിട്ടില്ലെങ്കിലും സക്കേവൂസ് പിരിച്ചുകൊണ്ടുവന്ന ചുങ്കത്തിൽ നിന്ന് പങ്കുപറ്റിയവരായിരുന്നു ആ കുടുംബാംഗങ്ങൾ. അതുകൊണ്ടാണ് ഈശോ സക്കേവൂസിനോട് പറഞ്ഞത്, സക്കേവൂസെ, എനിക്കിന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണം. അല്ലാതെ സക്കേവൂസിനൊന്ന് പ്രത്യേകം സന്തോഷിപ്പിക്കാനൊന്നും അല്ല ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് പോയത്. പകരം അവർക്ക് മുഴുവൻ രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. സക്കേവൂസ് മാത്രമല്ല രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിൽ ആയിരുന്നത്, സക്കേവൂസിൻ്റെ കുടുംബാംഗങ്ങളും കൂടെ രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു. ആ പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു സന്ദേശമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി, അത് നമ്മുടെ അപ്പനാകാം അമ്മയാകാം അധികാരികളാകാം ആരായിക്കോട്ടെ, അവർ ഏതെങ്കിലും വിധത്തിൽ അനീതിപരമായിട്ട് പാപകരമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരികയും ആ സമ്പത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ പങ്കുപറ്റുകയും അവർ ആ സമ്പത്തിലൂടെ ജീവിക്കുകയും ചെയ്താൽ ആ സമ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരും പാപികളാണ്, ആ സമ്പത്തിലൂടെ സുഖിച്ച് ജീവിക്കുന്നവരും പാപികളാണ്. ദൈവത്തിൻ്റെ മുന്നിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ ഏറ്റുപറഞ്ഞ് തന്നെ പ്രാർത്ഥിച്ച് വലിയ പാപമോചനം നേടാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് മുഴുവൻ കർത്താവിൻ്റെ ഒരു രക്ഷ കടന്നു വരിക. കുടുംബത്തിലെ പാപത്തിൽ ജീവിക്കുന്ന, തിന്മയിൽ ജീവിക്കുന്ന ഒരാൾ മാത്രം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് എല്ലാം ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് ഈശോ അങ്ങേരെ സക്കേവൂസിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തത്. എന്നിട്ട് സക്കേവൂസിനോട് ഈശോ പറയാണ്, സക്കേവൂസ്, നിനക്ക് മാത്രമല്ല നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും രക്ഷ കിട്ടിയിരിക്കുകയാണ്, അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ്. സക്കേവൂസിൻ്റെ ഏറ്റുപറച്ചിലിനെ, സക്കേവൂസിൻ്റെ മാനസാന്തരത്തെ സക്കേവൂസ് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കുടുംബം മുഴുവൻ ഏറ്റെടുത്തു. ആ കുടുംബം മുഴുവൻ അതിനോട് യോജിച്ചു. അങ്ങനെ കുടുംബം മുഴുവൻ നല്ലൊരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതും അഭിഷേകം ചെയ്യപ്പെടുന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അനീതിയുടെ, പാപത്തിൻ്റെ, അശുദ്ധിയുടെ തലങ്ങൾ വന്നുപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൽ പങ്കുപറ്റി അതിൽ ജീവിക്കാനും അതിൽ സന്തോഷിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ, ആ പാപത്തിൽ പങ്കുപറ്റി അതിൽ ജീവിക്കാനും സന്തോഷിക്കാനായിട്ടും ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്കൊരു വിടുതൽ നൽകണമേ, അതിൽ നിന്നെല്ലാം ഞങ്ങൾക്കൊരു മോചനം നൽകണമേ, അതിന് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്യാനുള്ള കൃപ, ബോധ്യം, ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ വിശുദ്ധീകരിക്കണമേ തമ്പുരാനെ. എല്ലാ തിന്മയുടെ, അശുദ്ധിയുടെ തലത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായിട്ട് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് മുഴുവൻ വലിയൊരു ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.